നമസ്കാരം. ജനകീയ വാർത്താ നേരം പൊതുജനം കഴുതല സ്റ്റാർ ആരംഭിക്കുകയാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത് നാം ഇവിടെ പറയും. അധികാരികൾ കേൾക്കും വരെ ഞങ്ങൾ ജനങ്ങളുടെ ശബ്ദമാകും. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്. ഞാൻ പ്രജിൻസി കണ്ണൻ, സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. റിപ്പോർട്ടുകളിലേക്ക് പോകും മുമ്പ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തത്സമയം. ആശുപത്രികളിലായിട്ടുള്ളത് സർക്കാർ ആശുപത്രിയിൽ 12 കുട്ടികളാണ്. ടോട്ടൽ 38 കുട്ടികൾ ഈ ബത്തേരിയുടെ പരിസരം, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഇവിടെ ഉൾപ്പെടെ, മെഡിക്കൽ അതേപോലെ സർക്കാർ ആശുപത്രി ഉൾപ്പെടെ. അതിൽ 2-3 കുട്ടികൾക്കാണ് കുറച്ച് ചുമ പനിയൊക്കെ കാണുന്നത്. 3 കേസ് മൊത്തം പോസിറ്റീവാണ്. ഇന്നിപ്പോൾ ഒന്നും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 കേസായിരുന്നു ഇന്നലെ വരെ. ഇന്നിപ്പോൾ 3ാമത്തെ കേസ് പോസിറ്റീവായിട്ടുണ്ട്. എങ്കിലും ഒരു എന്താ പറയേണ്ടത്, അതായത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കുട്ടികളുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അതാണ് ഇപ്പോഴത്തേത്. പിന്നെ ഇതെങ്ങനെ വന്നു എന്നുള്ളതിൻ്റെയാണ്. അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ബോർവെല്ലിൻ്റെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. എന്നാൽ കിണറ്റിലെ വെള്ളത്തിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആലോചിക്കാം. കാരണം രക്ഷിതാക്കൾക്കൊരു ഭയമുണ്ട്, കിണറിനാണ് അസുഖം വന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് സ്കൂളിലേക്ക് വിടാൻ ഒരു ഭയം രക്ഷിതാക്കൾ പ്രകടിപ്പിച്ചു. ഏതായാലും നാളെ വൈകുന്നേരത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വരും. വന്നതിന് ശേഷം ആലോചിക്കാം. ഈ പേരൻസൊക്കെ പങ്കുവെക്കുന്ന ഒരു ആശങ്ക, ഇപ്പം സെക്കൻഡ് കോണ്ടാക്ട് ഉണ്ടല്ലോ, സമ്പർക്കം പുലർത്തിയ കുട്ടികൾ, സഹോദരങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾ. അപ്പോൾ അവിടുത്തെ സ്കൂളുകളിൽ കുട്ടികൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു ആശങ്കയുണ്ട്. അപ്പോൾ അവധിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിഗണിക്കുക. ഞാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അത് കലക്ടറായിട്ട് ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കാലത്ത് സംസാരിച്ചിരുന്നു. മാത്രമല്ല, ഇവിടെ മഴ വളരെ ശക്തമാണ്. ആ നിലയ്ക്ക് അവധി കൊടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് കലക്ടറായിട്ടൊന്ന് സംസാരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞിരുന്നു. അത് അദ്ദേഹം സംസാരിച്ച് വേണ്ട നിലപാട് സ്വീകരിക്കും. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് അത് വളരെ ശക്തമായിട്ട് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി കാർഡ് പറഞ്ഞിട്ട് എല്ലാ കടകളും പരിശോധിക്കുക, വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ കൂട്ടിക്കണം. അപ്പോൾ അതിലൊക്കെ കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരുന്നുകൾ എല്ലായിടത്തും സ്റ്റോക്കുണ്ട്, പ്രയാസമൊന്നുമില്ല. പിന്നെ ഇത് വരാതിരിക്കാനുള്ള നടപടികൾ, ഹോട്ടലുകളിലൊക്കെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കൊടുക്കാവൂ എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. അത് നടത്താത്ത ഹോട്ടലുകൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകും. പിന്നെ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മറ്റ് വകുപ്പുകൾ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പരിസരം വൃത്തിയാക്കേണ്ട ചുമതലയൊക്കെ അവർക്കുണ്ട്. അവരും കൂടെ സഹകരിക്കണം. ഇത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ കഴിയൂ. ഏതായാലും ആരോഗ്യവകുപ്പും ഫുഡ് സേഫ്റ്റിയും വളരെ കർശനമായിട്ട് ഞങ്ങളുടെ നിർദ്ദേശങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുട്ടികളുടെ സ്കൂളുകളുടെ ആദ്യം പരിശോധനയൊക്കെ നടത്തിയ ശേഷമാണല്ലോ സ്കൂൾ തുറന്നത്. വീണ്ടും ഒന്നുകൂടി പരിശോധിക്കണമെന്നും റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞിരുന്നല്ലോ. തീർച്ചയായും സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടോ? വീണ്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കിണറുകളൊക്കെ പരിശോധിച്ച് വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കും. അത് ഒന്ന് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലൊക്കെ മറ്റു കുട്ടികളും അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് അവരുടെ ചികിത്സാ ചെലവ്? അതെല്ലാം സർക്കാർ തന്നെ അക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കും. കേരളത്തിൽ പല സീസൺ ആകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. എങ്ങനെ? കേരളത്തിൽ പല സീസൺ ആകുമ്പോൾ മഴ വരുമ്പോഴാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധികളുടെ ഒരു വ്യാപകമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ വ്യക്തമായ പഠനം ഇനി നടത്തുന്നുണ്ട്. അതായത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഞങ്ങളുടെ സർക്കാർ ചാർജ് എടുത്ത ആ ദിവസം 18-ാം തീയതി ആദ്യ ക്യാബിനറ്റിൽ തന്നെയാണ് എല്ലാ ജില്ലകൾക്കും 1 കോടി വെച്ച് നൽകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം. പക്ഷേ കഴിഞ്ഞ ഒരു ഇലക്ഷൻ്റെ ഒരു മൂടൊക്കെ കാരണം അത് പലയിടത്തും നടന്നില്ല. കാരണം പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ കാരണം സാധാരണ സ്വീകരിക്കുന്ന നടപടികൾ ചിലയിടത്ത് ഉണ്ടായി കാണില്ല. ഒരുപക്ഷെ അതും ഈ രോഗത്തിൻ്റെ വ്യാപനത്തിന് കാരണമായി കാണാം. വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചികിത്സാ പ്രശ്നങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടല്ലോ. അത് ചില ഡിപ്പാർട്ട്മെൻറ്റിന് ഡോക്ടർമാരില്ലാത്ത പരാതി വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂറോ, നെഫ്രോളജി, റേഡിയോളജി, ആ 3നും PSCയിലേക്ക്
നിയമനത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് കത്തയച്ചിട്ടുണ്ട്. ലിഫ്റ്റ് പ്രവർത്തിക്കാതെ കുറേ നാളായി അവിടെ. ഇപ്പോൾ ഞാൻ പറയാം, ഈ മെഡിക്കൽ കോളേജ് യാതൊരു സൗകര്യവും നോക്കാതെ എടുത്ത് ചാടി ആരംഭിച്ച, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ആ മെഡിക്കൽ കോളേജ് നിലനിർത്തണമല്ലോ, അതൊരിക്കലും പൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇപ്പോൾ 28 ഏക്കർ റവന്യൂ ഭൂമി ഏറ്റെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 28 ഏക്കർ വനഭൂമി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകരം 28 ഏക്കർ റവന്യൂ ഭൂമി തിരിച്ച് ഫോറസ്റ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വേണം. ഞങ്ങൾ അതിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തോടുകൂടെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ നടപടിയും ഞങ്ങൾ പൂർത്തിയാക്കി. അതിൻ്റെ ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ പെർമിഷൻ കിട്ടാൻ DME-നെ തന്നെ ഞങ്ങൾ ഡൽഹിക്ക് അയക്കുക. അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് പ്രാവർത്തികമാക്കണം. അത് തന്നെയാണ് പുതിയ ഗവൺമെൻറ് നിലപാട്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങൾ മുമ്പ് ഭരണവിഷയമായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വീരേന്ദ്രകുമാറിൻ്റെ കുടുംബം 50 ഏക്കർ മടക്കിയമലയിൽ നൽകിയത്. അവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തറക്കല്ലിട്ടു. ഈ സർക്കാർ പിന്നീട് വന്ന പിണറായി സർക്കാർ ഒരു പ്രളയത്തിൻ്റെ പേരിൽ അതവിടുന്ന് മാറ്റി. അതിന് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് വീരേന്ദ്രകുമാർ ഇടതുപക്ഷത്ത് പോയതിന് ശേഷമാണ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നത്. ഇപ്പോൾ ആ 50 ഏക്കർ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ വീരേന്ദ്രകുമാറിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത് മെഡിക്കൽ കോളേജിനല്ലാതെ ഇനി സ്ഥലം യെസ്, എന്തായാലും വയനാട്ടിലെ ഷിഗല്ല ബാധയുമായി ബന്ധപ്പെട്ടാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്ന് ഒരു കേസ് കൂടി പോസിറ്റീവായിട്ടുണ്ട്. ആകെ 3 കേസുകളാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ആരുടെയും ഒരു കുട്ടിയുടെയും ആരോഗ്യനില ഇപ്പോൾ വഷളായ സ്ഥിതിയിലല്ല, പേടിക്കേണ്ട സാഹചര്യം ഇല്ല എന്നുകൂടി ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി എല്ലായിടത്തും കൃത്യമായ മുൻകരുതൽ എങ്ങനെ വേണം എന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി വയനാട്ടിൽ. ഇനി റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തെറ്റുതിരുത്തലിന്റെ പാതയിലാണ് CPIM. സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഉയർന്ന വിമർശനങ്ങളെ ഇന്ന് സ്വയം വിമർശനങ്ങളായി ഉൾക്കൊള്ളുകയാണ് MV ഗോവിന്ദനും പാർട്ടിയും. അതിലേറ്റവും പ്രധാനം വർഗീയ പരാമർശങ്ങൾ ആവർത്തിക്കപ്പെടുന്ന വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയലാണ്. ഇതൊക്കെ പറയാനും തിരുത്താനും തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതുവരെ കാത്തിരിക്കണമായിരുന്നോ എന്നതാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒപ്പം നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഉണ്ട്. കാണാം. ന്യൂസ് ഡെസ്കിൽ നിന്നും B. അമൽ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട്. വൈകി വന്ന വെളിച്ചം. പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് EMS നഗരത്തിലെ ഒരു വസ്ത്രവ്യാപാരിക്ക് മകളുടെ കൈവശം ഒരു കത്ത് കൊടുത്തയച്ചു. അതിൽ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം എഴുതി, ഈ കത്തുമായി വരുന്ന കുട്ടി എന്റെ മകൾ മാലതിയാണ്. അവൾക്ക് 2 വോയിൽ സാരി കടം കൊടുക്കുക. അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് കടം തീർത്തുകൊള്ളാം. 1964-ൽ EMS-ഉം 31 സഖാക്കളും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് CPIM. ആ പാർട്ടിയുടെ ഇന്നത്തെ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയന്റെ മകൾക്കാണ് ഇന്ന് ED സമൻസ് അയച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. CMR-ൽ നിന്ന് കൈപ്പറ്റിയ 2,78,00,000 രൂപ ഏത് സേവനത്തിനെന്ന് പറയാൻ ഇപ്പോഴും വീണയ്ക്കായിട്ടില്ല. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ ചേർന്ന സംസ്ഥാന സമിതിയിൽ അധികാരത്തിലിരുന്ന കാലത്തെ പിഴവുകൾ CPIM നേതൃത്വം ഇന്ന് ഏറ്റുപറഞ്ഞു. അതിലേറ്റവും പ്രധാനം നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനോടുള്ള പാർട്ടിയുടെ, പ്രത്യേകിച്ചും മുൻ മുഖ്യമന്ത്രിയുടെ സമീപനത്തെക്കുറിച്ചായിരുന്നു. യോഗത്തിന് തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളിയെ രൂക്ഷമായി വിമർശിച്ച P. ജയരാജൻ രംഗത്തെത്തി. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെ 2 തോണിയിൽ കാല് വെക്കുന്നത്. അദ്ദേഹം SNDP-യുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക. പിന്നെയോ മകനെ BDS-ന്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. സംഗതി മനസ്സിലായത്? ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമീപകാലത്തൊന്നും നാം ഇങ്ങനെയൊരു കടുത്ത പ്രതികരണം കണ്ടിട്ടില്ലെന്നേയുള്ളൂ. സാമുദായിക നേതാക്കൾക്കെതിരെ, വെള്ളാപ്പള്ളിക്കെതിരെ ഇതാദ്യമായല്ല
ഒരു CPIM നേതാവിൽ നിന്ന് വിമർശനമുയരുന്നത്. ഓർമ്മയുണ്ടാകുമല്ലോ, മുൻപ് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. പിണറായി വിജയൻ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയും CPIM നേതാക്കൾ പൊന്നാടയിടാൻ ഊഴം കാത്തു നിൽക്കുകയും ചെയ്ത വെള്ളാപ്പള്ളിക്കെതിരെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ 2016 വിജിലൻസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിന്റെ പരാതിക്കാരന്റെ പേരും VS അച്യുതാനന്ദൻ എന്നായിരുന്നു. അന്ന് VS പറഞ്ഞത് ഇങ്ങനെയാണ്: ഷൈലോക്ക് എറണാകുളത്തിറങ്ങി ആലപ്പുഴയിൽ ചേർത്തല കടന്ന കണിച്ചുകുളങ്ങരയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മുന്നിലെത്തി. എന്നിട്ട് നടേശനെ കണ്ടു തൊഴുതു. ഇതൊന്നും CPIM നേതാക്കൾ മറന്നതല്ല. മകന്റെ BDJS-ലൂടെ കേന്ദ്രത്തിലും സമുദായത്തിന്റെ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാരിലും പിടിമുറുക്കുകയെന്ന വെള്ളാപ്പള്ളിയുടെ ബിസിനസ് തന്ത്രത്തിൽ അവർ വീണുപോയെന്നതാണ് സത്യം. എന്തായാലും സമുദായ നേതാക്കളെ ആശ്രയിക്കാതെ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാനാവണമെന്ന ആവശ്യമാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. അത് മിനിറ്റ്സിൽ മാത്രം ഒതുങ്ങിയില്ലെങ്കിൽ ജനം ഇനിയും CPIM-നെ കേൾക്കും. അല്ലെങ്കിൽ തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന് വാദിക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെയും. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ ഷിഗല്ലയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ കേട്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഉള്ളത് എന്ന് കുറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വരുന്നു എന്നുള്ളത് എല്ലാ തവണത്തെയും പോലെ ഒരു മഴക്കാലത്ത് ഇത്തവണയും ആശങ്കയാവുകയാണ്. ഈ മാസം ഇതുവരെ 18 പേർക്കാണ് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചത്. 10,000 കടന്ന് പ്രതിദിന പനിബാധിതർ. ഡെങ്കിപ്പനി കേസുകളും വർദ്ധിക്കുന്നു. പകർച്ചവ്യാധി വ്യാപനം തടയാൻ വേണ്ടി ആരോഗ്യവകുപ്പ് ഊർജിതമായ നടപടികൾ നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഴക്കാലമാണ്. പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധി വ്യാപനത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. പകർച്ചപ്പനി, ഡെങ്കിപ്പനി, കൂടാതെ ആശങ്കയായി ഷിഗല്ലയും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലായി സംസ്ഥാനത്ത് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 8 പേർക്ക്. ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 18 പേർക്ക്. ഈ വർഷം ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 93 പേർക്ക്. 6 മാസത്തിനുള്ളിൽ ഷിഗല്ല മൂലം 2 മരണവുമുണ്ടായി. വയനാട്ടിൽ കുട്ടികൾ ഉൾപ്പെടെ 400ഓളം പേരാണ് ഷിഗല്ല നിരീക്ഷണത്തിലുള്ളത്. തീവ്ര സംക്രമണ ശേഷിയുള്ള ബാക്ടീരിയയാണ് ഷിഗല്ല. കുടലിനെയാണ് ഷിഗല്ല ബാധിക്കുന്നത്. വയറുവേദന, വയറിളക്കം, പനി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് ലക്ഷണങ്ങൾ. എന്നാൽ എല്ലാ രോഗികൾക്കും രോഗലക്ഷണങ്ങൾ കാണണമെന്നില്ല. മലിനജലത്തിലൂടെയും കേടായ ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പടരുന്നത്. ആഹാരം പാകം ചെയ്യുന്നവരിൽ നിന്നും രോഗം പടരാൻ സാധ്യതയുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ രോഗലക്ഷണങ്ങളുണ്ടായാൽ നിർബന്ധമായി ചികിത്സ തേടണം. കൈകളുടെ ശുചിത്വമാണ് ഷിഗല്ല പ്രതിരോധത്തിൽ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും നിർണായകവുമായ ഘടകം. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിനും പാകം ചെയ്യുന്നതിനും മുൻപും കൈകൾ സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും നന്നായി ഉരച്ചു കഴുകണം. കുട്ടികളെ ഇത് നിർബന്ധമായി ശീലിപ്പിക്കണം. വ്യക്തിശുചിത്വം പാലിക്കാതെ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നത് രോഗവ്യാപനത്തിന് കാരണമാകും. പാത്രം കഴുകാനും പച്ചക്കറി കഴുകാനും ഒക്കെ എടുക്കുന്ന ജലം മലിനമാണെങ്കിൽ അതുവഴിയും രോഗവ്യാപനം ഉണ്ടാകാം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. നിർജ്ജലീകരണം ഉണ്ടാകാതെ തടയണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ORS പോലുള്ള പാനീയങ്ങൾ ധാരാളം കുടിക്കാം. കിണറുകളും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും കൃത്യമായ ഇടവേളകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യണം. മഴക്കാലത്ത് കിണറുകളിലേക്ക് മലിനജലം ഒഴുകിയിറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഷിഗല്ല രോഗബാധയുടെ ഗുരുതരാവസ്ഥയിലോട്ട് പോകാനും ചുരുക്കം മരണം സംഭവിക്കാനും ഒക്കെ സാധ്യതയുള്ളത്. മുതിർന്നവർക്ക് രോഗബാധ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെയും വരാം. പക്ഷെ അവർ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവർ കൃത്യമായിട്ട് കൈ കഴുകാതെയും ഒക്കെ ആഹാരം പാകം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് രോഗബാധ അവരിലൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് തീവ്രമായി ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് ഈ ബാക്ടീരിയ ഒരു 10 ബാക്ടീരിയ ആണെങ്കിൽ പോലും ഇത് നമ്മുടെ വെള്ളം വഴിയോ ആഹാരം വഴിയോ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഇത് രോഗബാധ ഉണ്ടാക്കാം. മറ്റ് രോഗാണുക്കളൊക്കെ അത്രയും ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അതേസമയം ഷിഗല്ല വളരെ ചെറിയ അളവിൽ പോലും നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബാക്ടീരിയയുടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്നലെ ചികിത്സ തേടിയത് 10,853 പേർ. മലപ്പുറത്താണ് പനിബാധിതർ കൂടുതൽ. 2,117 പേർ ചികിത്സ തേടി. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും കൂടുകയാണ്. 11 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി മൂലം ഇന്നലെ 1 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 പേർ ഡെങ്കിപ്പനി മൂലം ഈ വർഷം മരിച്ചു. ഡെങ്കിപ്പനി പരത്തുന്ന ഏഡിസ് കൊതുകുകൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലോ ഉള്ള വെള്ളം കെട്ടി നിൽക്കുന്നതിൽ നിന്നാണ് അത് മുട്ടയിട്ട് പെരുകി ഉണ്ടാകുന്നത്. അത് ഒരുപാട് ദൂരത്തുനിന്ന് പറന്ന് വന്ന് കടിക്കുന്ന ഒരു കൊതുകല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിലോ അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ട് ചുറ്റുപാടിലോ ഉള്ള ഒരു ഉറവിട നശീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു മഴക്കാലത്ത് ഡെങ്കി തടയാൻ വേണ്ടി. 109 പേർക്ക് ഇന്നലെ ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചു.
കൊല്ലത്തും പത്തനംതിട്ടയിലുമായി ഇന്നലെ 2 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനിടെ 132 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുകയും 32 പേർ ഇതുമൂലം മരിക്കുകയും ചെയ്തു. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കാരണം H1N1, ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ 2017 സമാനമായി വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. ദുരന്ത സാഹചര്യങ്ങളിലേതുപോലെ വിവിധ വകുപ്പുകൾ ചേർന്ന് പ്രവർത്തിച്ച് സർക്കാർ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കണം. ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കരുത്. തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ്, 24. എന്തായാലും ഈ മഴക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം. അത് ഏറ്റവും ശുദ്ധമായിരിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കൊടുക്കുക. കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയാണ് ഈ പറയുന്ന പോലെ ഷിഗല്ല പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നതിൽ അത് കൃത്യമായൊരു ജാഗ്രത വേണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. പ്രത്യേകിച്ചും കുട്ടികളെ അത് ശീലിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ വ്യക്തിശുചിത്വം പാലിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. വികസന പ്രവർത്തനം ജനങ്ങൾക്ക് ഗുണമാകേണ്ടതിന് പകരം ദുരിതമായി മാറിയതിന്റെ കഥയാണ് കോഴിക്കോട് ചെറുവണ്ണൂരിലെ നാട്ടുകാർക്ക് പറയാനുള്ളത്. ചെറുവണ്ണൂർ മേൽപ്പാല നിർമ്മാണമാണ് യാത്രക്കാർക്ക് ദുരിതയാത്ര ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ എല്ലാ ദിവസവും ഈ മേഖലയിലാകെ ഗതാഗതക്കുരുക്കാണ്. നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഒരു നാടാകെ കിലോമീറ്ററുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ്. കോഴിക്കോട് നിന്നും അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്ന് തീരും ദുരിതയാത്ര? പ്രേക്ഷകർക്ക് എന്റെ പിന്നിലൂടെ വാഹനങ്ങൾ സുഗമമായി തന്നെ യാത്ര ചെയ്യുന്നത് കാണാൻ കഴിയും. കോഴിക്കോട് നഗരത്തിലെ കാഴ്ചയാണിത്. കോഴിക്കോട് നഗരത്തിന്റെ പുറത്തേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ്. പോകുന്നത് ചെറുവണ്ണൂരേക്കാണ്. ചെറുവണ്ണൂരിൽ ഒരു മേൽപ്പാലം കൊണ്ട് നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം അവർ തന്നെ പറയും. 5000-ഓളം പേർ ഒപ്പിട്ട വലിയൊരു നിവേദനം ജില്ലാ കളക്ടർക്കടക്കം ഇവർ നൽകിയിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ ദീപ എന്ന വീട്ടമ്മയും. ചെറുവണ്ണൂരത്തെ ബ്ലോക്ക് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 2 മണിക്കൂറിലധികം എടുത്തു നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ യാത്രക്കാർക്കും അതായത് സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ നമുക്ക് ഓഫീസിലെത്താനും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പം ജോലി സംബന്ധമായിട്ടും ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം മണിക്കൂറുകളോളം നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. 1-2 മണിക്കൂർ, 1 മണിക്കൂറിലും മേലെ നമ്മൾ ബ്ലോക്കിൽ നിന്നിട്ട് പിന്നെ വണ്ടി വിടേണ്ട ഒരു ഗതികേടാണ് വരുന്നത്. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹൈവേ വന്ന് ഇവരൊരു ബദൽ സംവിധാനം കണ്ടിട്ടാണ് അവർ റോഡ് പണി എടുക്കുന്നത്. ഇതിനൊരു ബദൽ സംവിധാനം കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് പോരുന്ന വണ്ടി ഏത് ഭാഗത്തേക്കാണ്, തൃശ്ശൂർക്കാണെങ്കിലും തിരൂർക്കാണെങ്കിലും വേങ്ങരക്കയിലാണെങ്കിലും വരുന്ന വണ്ടികൾ മോഡൻ തിരിഞ്ഞ് വേറൊരു മാർഗമായിട്ടാണ് ചെറുവണ്ണൂർക്ക് ചാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതുവരെയായിട്ട് യാത്രക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച ആയിട്ട് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ പോലീസും ഈ ഫൈൻ അടക്കലും അതേമാതിരി ബസ് തടയലും ആയതുകൊണ്ട് ഇപ്പോൾ സ്തംഭിച്ചാണ്. ആ റൂട്ടിൽ കൂടെ വഴി തിരിഞ്ഞിപ്പോൾ ആരും ബസ്സുകൾ വരുന്നില്ല. ഒരു വർഷത്തിൻ്റെ അടുത്തായി പണി തുടങ്ങിയിട്ട്. ഇത് പണി നിർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ സംബന്ധിച്ചിട്ട് തൊഴിലാളികൾ 130 തൊഴിലാളികൾ പണിയെടുക്കണ 130 തൊഴിലാളികൾ പണിയെടുക്കണോടത്തിപ്പോൾ 25 പണിക്കാരെ തിരിച്ചു വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ബംഗാളികളാണ്. പോലെ അവിടെ കൂടിയ അപ്പോൾ തൊഴിലെടുക്കാൻ ആളുകളില്ല. ഈ കൊളത്തറ വയ്ക്കാൻ കൂടുതൽ വണ്ടി പോയിരുന്നു, ബസ് പോയിരുന്നു. ലോക്കൽ വണ്ടികളൊക്കെ അങ്ങനെ തന്നെ പോയി. കുറച്ച് വണ്ടികൾ തൊണ്ടയുടെ വയ്ക്കും പോയിരുന്നു. പക്ഷേ ഇപ്പോഴെന്താ പറയുക, 7500 രൂപ ഫൈൻ അടക്കം പോലീസിന് ഒപ്പം നിന്നിട്ട് 7500 രൂപ ഫൈനാക്കുക. ആകെ 300 രൂപ 200 രൂപ ബസ് ഓടിയിട്ട് ബാലൻസ് ഉള്ളത്. ആ കണ്ടീഷനിലാണ് പോയിക്കൊണ്ട് പിന്നെ തൊഴിലാളികൾ വന്നിട്ട് എന്ന് നിരന്തരം ഞങ്ങൾ വണ്ടി എടുക്കാൻ കഴിയൂല നിരന്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പല റോഡ്, പുത്തൂർമടം റോഡ്, എല്ലാ റോഡിലും ഈ ടോൾ കെട്ടിയിരുന്ന വണ്ടീൻ്റെ പ്രളയം നേരിട്ട് കഴിഞ്ഞ് ഒരു മൊത്തം ടോൾ കൂടി കടന്നു പോകേണ്ട വണ്ടികളിൽ 40% വണ്ടികളും ഇങ്ങനെ മറ്റു റോഡ് കൂടി പോകുന്നു. അങ്ങനെ നല്ലൊരു ഭാഗം ഈ ചെറുവണ്ണൂരിനെ ബാധിക്കുന്നുണ്ട്. ചെറുവണ്ണൂർ റോഡ് വർക്ക് നടക്കുന്ന സമയത്ത് നാഷണൽ ഹൈവേ എഞ്ചിനീയറെ
അസിസ്റ്റൻറ്റ് കമ്മീഷണർ വിളിച്ചിട്ട് പറഞ്ഞിട്ടും ശരിയാക്കി തരാമെന്ന് വർത്താനം പറയില്ലാതെ തരാമെന്ന് പറഞ്ഞിട്ട് അവരിഷ്ടത്തിന് ശരിയാകുമ്പോൾ ദിവസം ഓടുന്നതാണ് ഈ ബസ് എന്ന് പറഞ്ഞാൽ. മഴക്കാലത്താണ് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നതിൽ സാഹസികത ഏറെയും. ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കവും ആവശ്യപ്പെടുന്നത്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. മഴക്കാലത്ത് ദുരന്ത നിവാരണ ഉത്തരവ് മറയാക്കി പുരയിടത്തിൽ നിന്ന മരങ്ങൾ വ്യാപകമായി വെട്ടിമാറ്റി KSEB. പത്തനംതിട്ട തിരുവല്ല സെക്ഷനിലെ വിവിധയിടങ്ങളിലാണ് ഒരു അറിയിപ്പ് പോലും നൽകാതെ KSEB മരങ്ങൾ മുറിച്ചു മാറ്റിയത്. കായ്ഫലമെത്തിയ തെങ്ങും ടാപ്പ് ചെയ്യുന്ന റബ്ബറും അടക്കമുള്ളവയാണ് മുറിച്ചു മാറ്റിയത്. KSEBയുടെ മരം മുറിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. വ്യാപക പ്രതിഷേധവും ജില്ലയിൽ ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മരമുറി വലിയ തരത്തിൽ കൂടുന്നുണ്ട്. മരമുറിയെ ചോദ്യം ചെയ്താൽ എല്ലാം നിയമപരമായിട്ടാണെന്ന് പറഞ്ഞ് തടിയൂരും. പത്തനംതിട്ട തിരുവല്ലയിലും മരമുറി നടന്നു. KSEBയുടെ നേതൃത്വത്തിലായിരുന്നു വീടുകൾക്ക് മുമ്പിലും കൃഷിയിടത്തിലും നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ആരോടും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. മഴക്കാലമായാൽ മരത്തിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞ് വൈദ്യുത ലൈനിലേക്ക് വീഴുന്നത് പതിവാണ്. ഇതൊഴിവാക്കാൻ കാലങ്ങളായി KSEB അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റും. എന്നാൽ പത്തനംതിട്ട തിരുവല്ലയിൽ KSEBയുടെ ടച്ച് വെട്ട് അല്പം കടന്നുപോയി. വൈദ്യുത ലൈനുകൾക്ക് യാതൊരു തരത്തിലും ഭീഷണിയാവാത്ത തെങ്ങ്, റബ്ബർ അടക്കമുള്ള മരങ്ങൾ KSEB വെട്ടിക്കളഞ്ഞു. സ്ഥലത്തിൻ്റെ ഉടമസ്ഥരെ പോലും അറിയിക്കാതെയായിരുന്നു KSEBയുടെ ഈ നടപടി. തിരുവല്ല കവിയൂരിൽ ഡോക്ടറായ ജേക്കബ് ഉമ്മൻ്റെ 6 വർഷം പ്രായമായ 7 ഹൈബ്രിഡ് തെങ്ങുകൾ KSEB വെട്ടിമാറ്റി. വീട്ടിൽ ജോലിക്കാരൻ മാത്രമുള്ള സമയത്തായിരുന്നു മരമുറി. ചോദിക്കുകയോ പറയുകയോ പോലും ചെയ്യാത്ത KSEBയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ജേക്കബ് ഉമ്മൻ ബന്ധപ്പെട്ട അധികൃതർക്കടക്കം പരാതി നൽകി. This is an unacceptable behavior. They had my email, they had my phone number, there is a post box, and none of these were utilized in informing us of any pending destruction of the property. I told him I was awaiting the response from the Pathanamthitta district collector, and will be proceeding to criminal actions against the KSEB. This is unacceptable behavior. They have not understood the gravity of the situation, and they are proceeding to hooliganism. This is unacceptable. കവിയൂരിൽ നിന്ന് അധികം അകലത്തല്ലാതെ ആഞ്ഞിലിത്താനത്ത് KSEB മരങ്ങൾക്ക് നേരെ വാളുമായി എത്തി. ടാപ്പ് ചെയ്തിരുന്ന 16 റബ്ബർ മരങ്ങളാണ് ഇവിടെ വെട്ടിമാറ്റിയത്. മറ്റെന്തെങ്കിലും താല്പര്യം കൊണ്ടാണോ KSEB വ്യാപകമായി മരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന സംശയം സ്ഥലം ഉടമകൾക്കുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് തിരുവല്ല MLA വർഗീസ് മാമൻ പറഞ്ഞു. സ്ഥലം ഉടമകളുടെ പരാതി വൈദ്യുത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MLA. ഉടമസ്ഥരുടെ അനുവാദമില്ലാതെ തന്നെ പല മരങ്ങളും മൂടോടെ വെട്ടിമുറിക്കുന്നതായും മരങ്ങൾ അത്തരത്തിൽ നശിപ്പിക്കുന്നതായ ഒരു പരാതി വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യം KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ശ്രദ്ധയിലും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഗവൺമെന്റിന് ഇങ്ങനൊരു നയമില്ല. നമ്മുടെ നാട്ടിൽ ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിക്കുന്ന ഒരു വലിയ നയമാണ് ഗവൺമെന്റിനുള്ളത്. പക്ഷേ നമുക്ക് KSEBയെ സംബന്ധിച്ചിടത്തോളം ഇത് മഴക്കാല കാലഘട്ടമാണ്. ലൈനിലേക്ക് മരം മറിഞ്ഞു വീണാലുണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അതിനുവേണ്ടിയുള്ള പ്രവൃത്തികൾ മാത്രമാണ് നടത്തേണ്ടതും നടക്കുന്നതുള്ളതാണ്. അല്ലാതെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കും. ആ കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തി ഉടൻ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. പുല്ലാട് സ്വദേശി തോമസിന്റെ പറമ്പിലെ റബ്ബർ മരങ്ങളും KSEB മുറിച്ചു. ദുരന്ത നിവാരണ ഉത്തരവിന്റെ പിൻബലത്തിലാണ് KSEBയുടെ ഈ നടപടികളെല്ലാം. മരം വെട്ടിയതിന് പിന്നാലെ തടിക്കച്ചവടക്കാർ കൂടി വളരെ വേഗം സ്ഥലം ഉടമകളെ സമീപിക്കുന്നതിലും ദുരൂഹത സംശയിക്കപ്പെടുന്നുണ്ട്. വല്ലവന്റെയും പുരയിടത്തിൽ കയറി ടച്ച് വെട്ടിന്റെ പേരിൽ മരങ്ങൾ മുറിച്ചു മാറ്റാൻ KSEBക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ സ്വന്തം ഓഫീസ് കെട്ടിടത്തിന് സമീപം വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലൂടെ അപകടകരമായ വിധത്തിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ എന്തുകൊണ്ടോ KSEB തയ്യാറാകുന്നില്ല. ആരോടും ചോദിക്കാതെ, ഒരു നോട്ടീസ് പോലും നൽകാതെ പുരയിടത്തിൽ കയറി മരങ്ങൾ മുറിച്ചു മാറ്റുന്ന KSEBയുടെ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ സമയം കളയാതെ ഇടപെട്ടേ മതിയാകും. പത്തനംതിട്ടയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24.
പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.